ഹായ് ഗായ്സ്, രാവിലെ 4 മണി. അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ഹിൽ സ്റ്റേഷനായ കൊളുക്കുമലയിലേക്കാണ് കേട്ടോ. കൊളുക്കുമലയിലെ സൺറൈസിനെ പറ്റി പ്രത്യേകം പറഞ്ഞു തരണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, അത്രയും ബ്യൂട്ടിഫുൾ സൺറൈസാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഈ കൊളുക്കുമലയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 7130 ഫീറ്റാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റിൽ ടീ പ്ലാന്റേഷൻസ് നടത്തി വരുന്നതും ഈ കൊളുക്കുമലയിലാണ്. നമ്മുടെ മൂന്നാറിലെ സൂര്യനെല്ലി കൂടിയാണ് നമ്മൾ കൊളുക്കുമലയ്ക്ക് കയറുന്നതെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ്. ഈ കൊളുക്കുമലയ്ക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും കയറ്റി വിടില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിന് വേണ്ടിയിട്ട് പെർമിഷൻ കൊടുത്തിട്ടുള്ള ജീപ്പുകളുണ്ട്, അതിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അങ്ങനത്തെ വണ്ടികളെ മാത്രമേ അവർ ചെക്ക് പോസ്റ്റ് കടത്തി വിടുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു ട്രക്കിംഗ് ആൻഡ് സൺറൈസ് വ്യൂ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തലേദിവസമൊക്കെ വന്ന് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ 4 മണിക്കൊക്കെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൊളുക്കുമലയിലേക്ക് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ 7 കിലോമീറ്ററും നല്ല കട്ട ഓഫ് റോഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഫ് റോഡൊക്കെ ജീപ്പിൽ പോണത്. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് അവിടെ എത്തുന്നത് വരെ ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് റോ ഓഡിയോ തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. ഹൈറ്റ് കൂട്ടി സെറ്റ് ചെയ്തല്ല വണ്ടിയാണെങ്കിൽ നല്ല കാറ്റിട്ടാ. റൈറ്റ് സൈഡിൽ നോക്കി, റൈറ്റ് സൈഡ് തേനി മാവട്ടമാണ്. തേനി മാവട്ടമാണ്.
ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് ട്രക്കിങ്ങിന് ശേഷം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാം. ഈ പോയിൻ്റ് അല്ലാതെ നമുക്ക് ഇതിനും മുകളിലൊരു പോയിൻ്റ് ഉണ്ട്, ബോസ് പീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, ഒരു ബോർഡ് വെച്ചേക്കണത്. അവിടേക്ക് എക്സ്ട്രാ ഒരു 700 രൂപ പെർ ഹെഡ് കൊടുത്താൽ നമുക്ക് ട്രക്ക് ചെയ്ത് ആ ടോപ്പിലെ വ്യൂ പോയിന്റിൽ പോയി നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിയിൽ താഴെയായിട്ട് വേറൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട്. നമ്മുടെ സിംഗപ്പാറ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അവിടേക്കുള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയാണ് കൂടുതൽ ആൾക്കാരും സൺറൈസ് കാണാൻ നിൽക്കുന്നത്. അവിടെ നല്ല തിരക്കാവും എന്നുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. രാവിലത്തെ 5:45 വ്യൂ ആണിത്. ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ തിക്കും തിരക്കും കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നേരത്തെ വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സൂര്യൻ്റെ വരവിനായിട്ട് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ആ സിംഗപ്പാറ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ വരെ വന്നിട്ട് നമുക്ക് ആ സിംഗപ്പാറ കാണാണ്ട് പോണത് എങ്ങനെയാണ്? ഇതൊരു 1.5 വ്യൂ ആണ് കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്ന് കണ്ട സൺറൈസിനേക്കാളും ഫാർ ബെറ്റർ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം താഴെ ടീ പ്ലാന്റേഷൻസും ആ ഒരു ഗ്രീനറി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ക്ലൗഡ് ബെഡ്സും വാവും. ഇത് കണ്ടില്ലേ, വണ്ടികളൊക്കെ നിരനിരയായിട്ട് നിർത്തിയിട്ടേക്കുന്നത്. നമ്മുടെ സിംഗപ്പാറ കാണാനുള്ള തിക്കും തിരക്കാണ്.
ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ 5 മണിക്കും 5:30ക്കൊക്കെ ഈ കണ്ണ് കാണാത്തപ്പോൾ ആൾക്കാർ എങ്ങനെ ഇവിടെ വന്ന് കയറി നിൽക്കണേ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. കാരണം 2 സൈഡിലും വലിയ കൊക്കയാണ്. ഒന്ന് കാല് തെറ്റി കഴിഞ്ഞാൽ പോയി, എവിടെ ചെന്ന് നിൽക്കും എന്നൊരു പിടുത്തില്ല. നമ്മുടെ സുഭാഷ് പോയാണോ താഴേക്ക് പോകും. ഹൈറ്റ് പേടിയുള്ളവരും പിള്ളേരെ കൊണ്ടുവരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടത്. ഒരാൾക്ക് തന്നെ കഷ്ടിച്ച് നടക്കാവുന്ന ഗ്യാപ്പുള്ളൂ ചില സ്ഥലങ്ങളിൽ. ചില സ്ഥലത്ത് 1-2 പേർക്ക് നടക്കാവുന്നത്. അപ്പോൾ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പോകാം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇവിടുത്തെ. ഇത് കണ്ടോ, സിംഗപ്പാറയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിക്കും തിരക്കാണ്. അപ്പോൾ ഇവിടെയും സൂക്ഷിച്ച് നിൽക്കണം. കാരണം തൊട്ടപ്പുറത്ത് നല്ല കൊക്കയാണ്. പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി, ആ ഒരു ലെവലാണ്. റിസ്ക് ആണ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ എന്നാലും ഇവിടെ വരെ വന്നിട്ട് ഫോട്ടോ എടുക്കാണ്ട് പോകുന്നത് മോശമല്ലേ. റിസ്ക് എടുത്തിട്ടാണെങ്കിലും 2 ഫോട്ടോ കീച്ചിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്ക്. അപ്പോൾ കൊളുക്കുമലത്തെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇരുട്ടത്താണ് ട്രക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള വ്യൂ പോയിന്റുകളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, സീനറികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ എന്തായാലും അതൊക്കെ കാണാൻ പറ്റും. ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളതും ഈ കൊളുക്കുമലയിലാണ്. 1.8 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്. അപ്പോൾ അത് ഈ കാണുന്നതാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഡ്രൈവർ ചേട്ടൻ നമ്മളെ തിരിച്ച് സേഫായി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.